സുഖമല്ല എല്ലാവർക്കും. ഇന്നേ ഒരു സിമ്പിൾ സാധനം നമുക്ക് ഉണ്ടാക്കാം. 4 മണിക്ക് ഈ ചായയുടെ കൂടെ കടിക്കാനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനോ ഒക്കെ പറ്റുന്ന ഒരു ചെറിയ സാധനം. അത് നമ്മുടെ ഇഡ്ലി മാവോ ദോശമാവോ ഒക്കെ കുറച്ച് കൂടുതൽ വന്നാലോ, അല്ലെങ്കിൽ എന്താ പറയണേ, കുറച്ച് നമുക്ക് മടുപ്പ് വരുമ്പോൾ കുറച്ച് നമുക്ക് മാറ്റി പോകൂലേ, ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ സാധനം, പനിയാരം എന്നാണ് പേര്. ഉണ്ടാക്കി നോക്കിയാലോ? കമോ. അപ്പോൾ നമുക്ക് പരിപാടി അങ്ങ് തുടങ്ങാം. പാൻ വെക്കുക, ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, ഉലുവ പൊട്ടിക്കുക. ഉലുവല്ല, സോറി, ഉഴുന്ന് പരിപ്പ് പൊട്ടിക്കുക. ചിലർ പരിപ്പും കൂടി പൊട്ടിക്കാറുണ്ട്. ഉഴുന്ന് മൂത്തു. ഇനി നമ്മൾ കുരുകുരാന്നരിഞ്ഞ സവോള നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞോ, ഇഞ്ചി ഇടുന്നു, ദെൻ പച്ചമുളക്. ഇത് മൂന്നും കൂടി നല്ല പോലെ ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം ചിലർ ഇതിൻ്റെ കൂടെ വെജിറ്റബിൾസ് ആഡ് ചെയ്യും കേട്ടോ. ഏതാ, ക്യാരറ്റൊക്കെ ഇടുന്നവരുണ്ട്. നമുക്കിത് വേണ്ട. കുറച്ച് കരിയാപ്പിലയും മല്ലിയിലയും. പരിപാടി കഴിഞ്ഞു. നന്നായിട്ട് വഴറ്റുക. ഇതിന് ശേഷം നമ്മുടെ ബാറ്റർ അവിടെ റെഡിയാണ്, അതായത് ദോശമാവുണ്ട്. അതിനകത്തേക്ക് ഈ എണ്ണയടക്കം ഈ മൂത്ത് വന്നിരിക്കുന്ന സംഭവങ്ങൾ തട്ടിയതിന് ശേഷം കുറച്ച് കായപ്പൊടി ചേർക്കുക. കായപ്പൊടി കുറച്ച് മതി കേട്ടോ. ഒരു പൊടിക്ക് കായപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഇനി ഉണ്ണിയപ്പക്കാരയിൽ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ പനിയാരം റെഡിയാണ്. വാ. ദേ നോക്ക്, നമ്മുടെ കുട്ടിപ്പനിയാരങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ്, പുറത്ത് കുറച്ച് ക്രഞ്ചി ആയിരിക്കും. ഇതിന്റെ കൂടെ കോംബോ വരുന്നത് നമ്മുടെ വെളുത്ത തേങ്ങാ ചമ്മന്തി ഇല്ലേ, ചുമന്നതിലും കുഴപ്പമില്ല, പിന്നെ തക്കാളി ചട്നി. ഇത് രണ്ടും കൂടെയാണ് ഇതിന്റെ ഒരു കോംബോ വരുന്നത്. ഞാനൊരു കട്ടൻ ചായയുടെ കൂടെ കഴിക്കുന്നുള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ചമ്മന്തിയൊക്കെ കൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പൊ എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ചാവോ ഗൈസ്, സീ യു.